അതിൻ്റെ മോനെ അരി ഇങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് കണ്ട എല്ലാ സാധനവും സെറ്റാണ്. അപ്പോൾ നമ്മുടെ അരി ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പം മറ്റൊരു ചെമ്പിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റിയിടുന്നു. എന്താ അവസ്ഥ. അപ്പോൾ അതിലേക്കിടുന്ന എല്ലാ പൊടിക്കൈകളും അതിലേക്ക് വിതറുന്നുണ്ട്. കണ്ട ക്യാരറ്റാണ് വിതറിട്ട്. പല ജാതി ബിരിയാണിയും കണ്ടിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ വെറൈറ്റി ബിരിയാണി ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിടാനുള്ള സെറ്റപ്പാണ് ഇനിയുള്ളത്. ഇതാ അപ്പോൾ നല്ല രീതിയിൽ എയർ ടൈറ്റായി അവിടെ ഫിക്സ് ചെയ്തു അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്പിൻ്റെ മുകളിലേക്ക് തീക്കണൽ അതാ വാരി വിതറുന്ന മക്കളെ. അപ്പോൾ ദം ബിരിയാണിയുടെ എല്ലാ കാര്യകർമ്മങ്ങളും ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ ദം ബിരിയാണി അവിടെ കിടക്കട്ടെ. നമ്മുടെ പരിപാടി എന്താ ഏതാ അറിയണ്ടേ? എന്നാ ബെരി മക്കളെ. Zindabad, İnkılap Zindabad, İnkılap Zindabad, İnkılap Zindabad, HVS Zindabad, HVS Zindabad, Soyla Aleyküm Zindabad, Soyla Aleyküm Zindabad, İlla Samela Zindabad, İlla Samela Zindabad. ഇതാണ് മക്കളെ HVACR എംപ്ലോയീസ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് സമ്മേളനത്തിൻ്റെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയല്ലോ. ബെരി മക്കളെ. ഇത് കണ്ട് നിങ്ങളെ ഒരു ടെക്നീഷ്യന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നതാ. ഇത് ഇവരുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാട്ടോ. ഈ സമ്മേളനത്തിന് എല്ലാ ടെക്നീഷ്യന്മാരും എത്തിച്ചേരുന്ന സമയത്ത് ഓരോ സ്റ്റാളുകളായിട്ട് ഓരോ കമ്പനിയും വന്ന് അവരുടെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഇതെല്ലാ സമ്മേളനത്തിനും നമ്മൾ കാണലുണ്ട്. ഇത് കണ്ട പല റേഞ്ചിലുള്ള കംപ്രസറുകൾ കണ്ട എന്താല്ലേ. സോളാർ എന്താ വേണ്ട വെച്ചാൽ അവിടെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ഈ ഒരു ജില്ലാ സമ്മേളനത്തിന് ഒരു സ്റ്റാളായിട്ട് പല ഐറ്റംസ്. ഇത് കണ്ട ഓരോ ഐറ്റംസും ഓരോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനും പറ്റും. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. ഈ ഒരു മുതൽ നമ്മളെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ മുതലാട്ടാ വാട്ടർ കൂളർ. അത് പറയാതെ വയ്യ. ഇതാ ഇവിടെ ഒരു സോളാർ AC. സോളാറിൽ ഡയറക്റ്റ് പ്രവർത്തിക്കുക എന്നാണ് ഇവരുടെ വാദം. ബാസ്റ്റ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ക്ലാസ്സൊക്കെ അന്ന് സമ്മേളന നഗരിയിൽ അവരെടുത്തു തന്നിരുന്നു. തികച്ചും കറണ്ട് ബില്ല് കുറഞ്ഞ ടൈപ്പ് എന്ന് അവകാശപ്പെടാനാണ് ഇവരെ ഒരു വാദം. ബാസ്റ്റ എക്കോ പ്രൊഡക്റ്റ്. ഇത് നമ്മളൊന്നും കാണാത്ത ഓരോ ഐറ്റംസ്. ഇതൊക്കെ ഏതിനാന്ന് എനിക്കതിനെ അറിയില്ല. അപ്പോൾ ഇത് അറിയുന്നവരും കമൻറ്റ് പറയാം. ഇതവിടെ സ്റ്റെബിലൈസർ, പല റേഞ്ചിലുള്ള സ്റ്റെബിലൈസർ. ഇതൊക്കെ ഇവരുടെ ഒരു പ്രൊമോഷനാണ്. ഇതാ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു AC ഇൻസ്റ്റാളേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ വൃത്തിയിലും മെനയിലും AC ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പം മക്കളെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു രക്ഷയുമില്ല. എന്താ ചെയ്യുക. ദം ബിരിയാണിയുടെ മണം അടിച്ച് കയറുക കേട്ടോ. ഇതാ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അടിച്ച് കയറണേ. ഇതാ വരുന്നു. ആഹാ. ഇവിടെ വ്യത്യസ്തമായൊരു ദം ബിരിയാണിയാണ് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഹൈടെക് ബിരിയാണി. അപ്പോൾ ബിരിയാണി ഓരോ തട്ടിലാക്കി അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ പയ്യന്മാർ. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മ് പൊട്ടിച്ച വിവരം വളരെ വ്യസന സമേതം അറിഞ്ഞത് കാരണം ഓരോരുത്തരായിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങി ഭക്ഷണ ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫില്ലാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതിൽ വെക്കാൻ നിൽക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ തോക്കി കയറി വെടിവെച്ചു. എല്ലാ ഐറ്റം സലാഡ്, അച്ചാർ,
എല്ലാ ഐറ്റംസും ഓക്കെയാണ്. ഇനി ആളുകൾ വന്ന് വരി നിന്നാൽ മതി. ആളുകൾ ഓരോരുത്തരായിട്ട് വന്ന് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ആ വരി റെഡിയാണ്. ഈ ഭക്ഷണം വാങ്ങാൻ വരി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് വാങ്ങിയിട്ട് ഇതാ സലാഡ് ആദ്യം എടുക്കുന്നു. കുറച്ച് അച്ചാർ ആവാം, കുറച്ച് തൈര്, അത് മതി. വളരെ നല്ല രീതിയിലാണ് അവിടെ ഭക്ഷണം വിളമ്പുന്നത്, ഒന്നും പറയല്ല. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ഒരവസ്ഥ, എൻ്റെ പൊന്നോ, എന്താ പറയാം, മിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല ബിരിയാണി. അപ്പം നിങ്ങൾക്ക് കഴിച്ചിട്ട് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം പറയും. നമ്മുടെ ചോദിച്ചവരൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ കുറച്ച് കൂടുതൽ ഇട്ടോ ഇനി എപ്പോഴും വരണ്ടല്ലോ. അപ്പോൾ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. തിരൂരിൽ വെച്ച് നടന്ന നമ്മുടെ HVACR എംപ്ലോയീസ് അസോസിയേഷൻ്റെ സമ്മേളനം അതിഗംഭീരമായിട്ട് നടന്നു. ഇവിടെ അവസാനം ബാഗ് അവർക്കുള്ള ഗിഫ്റ്റ് വരെ കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പരിപാടിയിൽ, നമ്മുടെ ഈ സംഘടനയിൽ ഇനിയും ആളുകൾ എത്തിച്ചേരാനുണ്ട്. അവരൊക്കെ ബാക്കോട്ട് നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും കുറേ മെമ്പർമാർ അവിടെ നമ്മുടെ സംഘടനയിലേക്ക് എത്തിപ്പെടാനുണ്ട്. അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് എല്ലാവരും ഒരു ഒറ്റക്കെട്ടായ രീതിയിൽ ഈ ഒരു സംഘടന മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് എല്ലാം രേഖപ്പെടുത്തുക. ഇതാണ് ഞങ്ങളുടെ HVACRൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മെമ്പർമാരും വളരെ സന്തോഷപൂർവ്വമാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എല്ലാവരും ഒത്തുചേരുന്ന ഒരു പ്രോഗ്രാം, അതാണ് ഇവിടെ നിങ്ങളിപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു വാച്ചിങ് വീഡിയോ.